നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത്, നിങ്ങൾ തോറ്റു പോവണം എന്ന ആഗ്രഹത്തോടെ നിങ്ങളോടൊപ്പം ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പരാജയം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന, നിങ്ങളെല്ലായിടത്തും തോറ്റു പോവണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നു എന്നാണ് കാണുന്നത്. ഇത് എല്ലാവരുടെയും എനർജിയല്ല. നിങ്ങളിൽ ചില ആളുകൾക്ക് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ആ ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തിയിൽ വിശ്വാസം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും ആ ഒരു വ്യക്തിയിൽ സംശയം തോന്നിയിട്ടുണ്ടാവാം. അതായത് ആ വ്യക്തി നിങ്ങളെ ചതിക്കുവാണോ, അല്ലെങ്കിൽ അവരുടെ സ്നേഹവും പിന്തുണയുമൊക്കെ ശരിക്കും സത്യമാണോ എന്ന്. എന്നാൽ അവരുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള സമീപനം മൂലം നിങ്ങൾ അവരോടൊന്നും തുറന്ന് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സംശയം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തി രണ്ട് മുഖമുള്ള ഒരു ആളാണെന്നാണ് കാണുന്നത്. അതായത് പുറമെ സമാധാനത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെയുള്ള ഒരു പെരുമാറ്റവും, എന്നാൽ ഉള്ളിൽ പല വിധത്തിലുള്ള പ്ലാനുകളും കണക്ക് കൂട്ടലുകളും ഒക്കെയുള്ള ഒരു ആളാണെന്നാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് വളരെ ശുദ്ധമാണ്. അതേപോലെ തന്നെ നിങ്ങൾ തുറന്ന മനസ്സിന് ഉടമകളാണ്. അതിനാൽ തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്, നിങ്ങളെ എങ്ങനെയും ചൂഷണം ചെയ്യാം. നിങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്താലും അതൊരിക്കലും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്ക് ഇല്ലെന്നാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിയോട് നിങ്ങളെപ്പോഴും മനസ്സ് തുറക്കാറുണ്ട്. നിങ്ങളുടെ പ്ലാനുകളെക്കുറിച്ചും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾ അവരോട് മനസ്സ് തുറക്കാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ടാണ് ഈ വ്യക്തി ശ്രമിച്ചിരുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ കഴിവുകളും മുന്നേറ്റവുമൊക്കെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ പുറമേ ഇവർ നിങ്ങളുമായിട്ട് വളരെയധികം സൗഹൃദം വെച്ച് പുലർത്തുന്നുണ്ടായിരിക്കാം. അതിനാൽ തന്നെ നിങ്ങളുമായിട്ട് തുറന്ന ഒരു വഴക്കോ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു വികാരത്തെ തുറന്ന് പ്രകടിപ്പിക്കാനോ ഒന്നും അവർ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങൾ അവരെക്കാൾ മുകളിൽ ആകരുത് എന്ന ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളോടൊപ്പം അവർക്കും എത്താനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുള്ള ഒരു നിരാശ ഈ വ്യക്തിയിൽ വളരെയധികം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ ഈ വ്യക്തിയുടെ ചില വാക്കുകൾ, അവരുടെ ചില രീതികളൊക്കെ കാണുമ്പോൾ അവരെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് വളരെ പെട്ടെന്നൊരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് ചില സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള, നിങ്ങൾ പരാജയപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം മൂടി നിങ്ങൾക്ക് മുന്നിൽ അടിഞ്ഞ് വീഴാനൊക്കെയുള്ള ആ ഒരു സമയം അധികം ദൂരത്തിലല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ അത്രയും വിശ്വസിച്ച ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വേദന തോന്നിയേക്കാം. പക്ഷേ ആ ഒരു വേദന എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ തകർക്കാനുള്ളതല്ല, മറിച്ച് അതിലൂടെ ആരെയാണ് അകറ്റി നിർത്തേണ്ടത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട്
പറയുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റത്തിന് ശേഷം നിങ്ങളിലേക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും ശക്തിയും ഒക്കെ കൈവരും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, നിങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള, നിങ്ങളുടെ സഹപ്രവർത്തകരിലുള്ള, അതേപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിലൊക്കെയുള്ള ഒരു ആളായിരിക്കാം. അവർ പുറമേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണെന്ന് തോന്നാം. പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങളെ താരതമ്യം ചെയ്യുന്ന, നിങ്ങളെ അസൂയയോടെ കാണുന്ന ഒരു മനസ്സുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങളുടെ വളർച്ച, അംഗീകാരം, ശ്രദ്ധ ഇവയൊക്കെ അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടെ തുറന്ന ഒരു ശത്രുവല്ല. മറിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളും സങ്കടങ്ങളും വന്ന് ചേർന്നാൽ അതവരെ വളരെയധികം സന്തോഷിപ്പിക്കും എന്നുള്ളതാണ്. അതായത് ഈ വ്യക്തി പുറമേ നിന്ന് നോക്കിയാൽ നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുമായിട്ട് ഒരു അടുപ്പം വെച്ച് പുലർത്തുന്ന ആളാണ്. പക്ഷേ ഉള്ളിൽ ഒരു അസൂയ, നിരാശ, ദേഷ്യം ഇവയൊക്കെ നിങ്ങൾക്ക് മേൽ വെച്ച് പുലർത്തുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി രണ്ട് മുഖമുള്ള ഒരു ആളാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം മനോഭാവമുള്ള വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, അവരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതില്ല. മറിച്ച് അവരോട് കൂടുതൽ മനസ്സ് തുറക്കാതിരുന്നാൽ മതിയെന്നാണ്. അവരുടെ ഉള്ളിൽ നിങ്ങളോടൊരു മത്സരബോധവും അസൂയയും ഒക്കെ ഉള്ളതിനാൽ തന്നെ അവരോട് നിങ്ങളുടെ സന്തോഷങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ പ്ലാനുകളെക്കുറിച്ചോ ഒന്നും തന്നെ നിങ്ങൾ മനസ്സ് തുറക്കാതിരിക്കുക എന്നുള്ളതാണ്. പുറമേ സൗഹൃദത്തോടെ തന്നെ നിൽക്കുക, പക്ഷേ മനസ്സുകൊണ്ട് ചെറിയൊരു അകലം പാലിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.